1997 നാഥാൻ സോണർ എന്ന് പറഞ്ഞ 14 വയസ്സുള്ള ഒരു സ്റ്റുഡൻറ്റ് ക്ലാസ്സിൽ ഒരു സയൻസ് പ്രോജക്റ്റ് അവതരിപ്പിച്ചു. സബ്ജക്റ്റ് ഹൈലി ടോക്സിക് ആയിട്ടുള്ളൊരു കെമിക്കൽ ബാൻ ചെയ്യാനായിരുന്നു. ആ കെമിക്കലിൻ്റെ പേര് ഡീഹൈഡ്രജൻ മോണോക്സൈഡ്. അവനതിൻ്റെ കാരണങ്ങളിങ്ങനെ നിരത്തി. അവൻ പറഞ്ഞു, ഇത് ആസിഡ് റെയിൻ്റെ ഒരു മെയിൻ കോമ്പോണൻ്റാണ്. ഇത് ഗ്യാസ് ഫോമിലാണെങ്കിൽ സിവിയർ ബേൺസ് ഒക്കെ ഉണ്ടാക്കും. ഇത് ട്യൂമറിന് കോസ് ആവുന്നുണ്ട്. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇത് കാരണം ശ്വാസം മുട്ടി മരിക്കുന്നത്. ഇത് കാരണം പല മെറ്റൽസും പെട്ടെന്ന് തുരുമ്പെടുക്കുന്നു. ഇത് കൂടുതൽ ഉപയോഗിക്കുന്നു, എന്നിട്ട് പെട്ടെന്ന് നിർത്തുമ്പോൾ വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാവും. അങ്ങനെ റീസൺസൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടൊരു വോട്ടെടുപ്പ് നടത്തി. ക്ലാസ്സിൽ 50 കുട്ടികളായിരുന്നു. അതിൽ 43 കുട്ടികളും പറഞ്ഞു ഈ ടോക്സിക് കെമിക്കൽ ബാൻ ചെയ്യണം, ഡീഹൈഡ്രജൻ മോണോക്സൈഡ്. ഇനി എന്താണ് ഈ ഡീഹൈഡ്രജൻ മോണോക്സൈഡ്? അതിൻ്റെ മറ്റൊരു സയൻറ്റിഫിക് നെയിമാണ് H2O എന്ന് പറഞ്ഞാൽ വെള്ളം. നമ്മൾ കുടിക്കുന്ന വെള്ളത്തെയാണ് ബാൻ ചെയ്യാൻ പറഞ്ഞത്. ഈ പ്രോജക്റ്റ് നാഥാൻ സോണർ അവതരിപ്പിച്ചത് മനുഷ്യനെ എത്ര പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുമെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് സോണറിസം എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്യുന്നത്. സോണറിസം എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റിംഗ് സിമ്പിൾ ഫാക്ട്സ് ടു കൺഫ്യൂസ് പീപ്പിൾ. 100% ഫാക്റ്റാണ് പറയുന്നത്, പക്ഷെ അതിൻ്റെ നല്ല വശങ്ങളൊന്നും പറയുന്നില്ല, ബോധപൂർവ്വം മറച്ചു വയ്ക്കുകയാണ്. അങ്ങനെ മനുഷ്യരെ പറ്റിക്കുകയാണ്. ഇന്ന് ചില ടെലിവിഷൻ ചാനലുകളും യൂട്യൂബ് ചാനലുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്, സോണറിസമാണ്. അവർ 100% ഫാക്റ്റാണ് പറയുന്നത്, പക്ഷെ മനുഷ്യർ അറിയേണ്ടത് പറയുന്നില്ല. ഇപ്പം നമുക്ക് ചുറ്റും ഇത്ര സ്വരങ്ങളുണ്ട്. സോണറിസംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രൊപ്പഗാൻഡ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ സ്വരം ഒന്നില്ലെങ്കിൽ കേൾക്കാതിരിക്കുക. കേൾക്കുകയാണെങ്കിൽ അത് വിവേചിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഗോസ്പലിൽ ഈശോ പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എൻ്റെ സ്വരം ശ്രവിക്കാത്തവർ അവർ പിടിച്ചെടുക്കപ്പെടും, അവരെ മറ്റുള്ളവർ തട്ടിക്കൊണ്ടുപോകും.